Delhi 10-11 blast reporter breaking update from ground zero. ചെങ്കോട്ട് സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡോക്ടർ ഉമർ മുഹമ്മദ് തന്നെ. വൈറ്റ് കളർ ടെററിസ്റ്റുകളിൽ പ്രധാനിയാണ് ഉമർ എന്നാണ് നിഗമനം. ഫരീദാബാദിൽ ഡോക്ടർ മുസമ്മിൽ ഷക്കീൽ ഉൾപ്പെടെയുള്ളവർ പിടിയിലായതിനു പിന്നാലെ ദില്ലിയിലെത്തിയ ഉമർ ചെങ്കോട്ടയിലെത്തി സ്ഫോടനം നടത്തിയെന്നാണ് പ്രാഥമിക നിഗമനം. ചാന്ദിനി ചൗക്ക് മാർക്കറ്റായിരുന്നു ലക്ഷ്യമെന്നാണ് നിഗമനം. കാറിലുണ്ടായിരുന്നത് ഒരാൾ മാത്രമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണ്ടെത്തൽ. ചെങ്കോട്ട 3 ദിവസത്തേക്ക് അടച്ചിരിക്കുന്നു. ഡൽഹി 10-11 ബ്ലാസ്റ്റ് അപ്ഡേറ്റ് ബ്രേക്കിംഗ്. ഉമർ മുഹമ്മദിന്റെ 2 സഹോദരങ്ങൾ കസ്റ്റഡിയിലായിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ നിന്നാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്. ബന്ധുക്കളുടെ 12 മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. പി ആർ സുനിലും നോബൽ ബാരിക്കാരനും ആദിൽ പാലോടും ചേരുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ് അപ്ഡേറ്റ് ഫ്രം ഗ്രൗണ്ട് സീറോ. പി ആർ സുനിൽ, ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇന്നലെ നടന്ന സ്ഫോടനത്തിന്റെ പ്രധാന മാസ്റ്റർ മൈൻഡ്, ഉത്തരവാദിയും ആസൂത്രകനും ഡോക്ടർ ഉമർ മുഹമ്മദ് ആണ് എന്നുള്ളതാണോ പോലീസ് സംശയിക്കുന്നത്? ഫരീദാബാദ് അറസ്റ്റിൽ പ്രകോപിതനായി വളരെ പെട്ടെന്ന് തിടുക്കപ്പെട്ട് ഇത്തരമൊരു സ്ഫോടനം ആസൂത്രണം ചെയ്യുകയായിരുന്നോ ഡോക്ടർ ഉമർ മുഹമ്മദ്? അരുൺ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ സ്ഫോടനം നടന്ന ഈ I-20 കാറിനകത്ത് ഉമർ മുഹമ്മദ് മാത്രമാണ് ഉണ്ടായിരുന്നത്. പുൽവാമ സ്വദേശിയായ ഡോക്ടർ ഉമർ മുഹമ്മദ്, ഇദ്ദേഹം ഒരു കറുത്ത മാസ്ക് ധരിച്ചാണ് കാറിൽ ഉണ്ടായിരുന്നത്. മറ്റ് 3 പേർ ഈ കാറിനകത്തുണ്ടായിരുന്നു എന്നൊക്കെയായിരുന്നു നേരത്തെ വന്ന റിപ്പോർട്ട് എങ്കിൽ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത് ഉമർ മുഹമ്മദ് മാത്രമേ കാറിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല, ഈ കാറിനകത്ത് സ്ഫോടക വസ്തു നിറച്ച ശേഷം ഇതെവിടെ കൊണ്ടുവന്ന് പൊട്ടിക്കാം എന്നതിനായി വലിയ ഒരു കുറേ ദൂരം ഈ ഡൽഹിയിലെ പല മേഖലകളിലൂടെ ഈ കാർ സഞ്ചരിച്ചു. ഒടുവിലാണ് ഇത് റെഡ് ഫോർട്ട് പരിസരത്തേക്ക് വരാനുള്ള തീരുമാനമെടുക്കുകയും പിന്നീട് റെഡ് ഫോർട്ട് പരിസരത്തേക്ക് കൊണ്ടുവന്ന് 3 മണിക്കൂർ സമയം ഇവിടെ കാർ പാർക്ക് ചെയ്ത ശേഷം ഈ പ്രദേശത്തൊക്കെ തന്നെ പരിശോധന നടത്തി പിന്നീട് ഈ സ്ഫോടനം നടത്താനുള്ള സ്ഥലം തെരഞ്ഞെടുത്തത് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് ഏതായാലും പുറത്തു വരുന്നത്. അപ്പോൾ ഈ സ്ഫോടനം കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ഫരീദാബാദ് മേഖലയിലൊക്കെ തന്നെ നടന്ന അറസ്റ്റും സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിനുമൊക്കെ തന്നെ ഇതിൽ ബന്ധമുണ്ട്. ആ ഒരു സംഭവത്തിന്റെ തുടർച്ചയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു സ്ഫോടനം നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. മാത്രമല്ല, ഈ ഒരു IEDക്ക് സമാനമായ തരത്തിലുള്ള ഒരു സ്ഫോടനമാണ് നടത്തിയിരിക്കുന്നത്. ഈ കാറിനകത്ത് സ്ഫോടക വസ്തു നിറച്ച ശേഷം ഈ കാർ കൊണ്ടുവന്ന് പൊട്ടിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചാവേർ ആക്രമണം എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ സാമ്പിളുകൾ ഇവിടെ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ശേഖരിക്കുന്നുണ്ട്. ഇപ്പോഴും അല്പസമയം മുമ്പ് നമുക്കിവിടെ കാണാമായിരുന്നു. ഫോറൻസിക് വിഭാഗമൊക്കെ തന്നെ ഇവിടെ എത്തി പരിശോധനകൾ നടത്തുന്നു, സാമ്പിളുകൾ ശേഖരിക്കുന്നതൊക്കെ തന്നെ നമുക്ക് കാണാമായിരുന്നു. ഏതായാലും ഈ അമോണിയം നൈട്രേറ്റ് പോലുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ സൂചനകൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫരീദാബാദിലും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലുമൊക്കെ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന അറസ്റ്റ്, സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത സംഭവം, അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഒരു പാനിക്കിലാണ്, അതിൻ്റെയൊക്കെ തന്നെ ഒരു വലിയ ആശങ്കയിൽ പെട്ടെന്ന് വന്ന് ഒരു സ്ഫോടനം നടത്തുകയായിരുന്നു ഈ ഉമർ മുഹമ്മദ് എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാർ ഈ ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് പൊട്ടിക്കാനുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു. തിരക്കുള്ളൊരു മാർക്കറ്റാണ് ലക്ഷ്യം വെച്ചിരുന്നത്. പക്ഷേ ഈ തിരക്കുള്ള മാർക്കറ്റിനുള്ളിലേക്ക് ഈ കാർ കൊണ്ടുപോകുന്നതിന് തടസ്സമുണ്ടായിരുന്നു. അതുകൊണ്ട് ചെങ്കോട്ടയ്ക്ക് മുന്നിൽ തിരക്കുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് ഈ ഒരു സ്ഫോടനം നടത്തുകയായിരുന്നു. അപ്പോൾ വളരെ ആസൂത്രിതമായി തന്നെയാണ് ഈ ഒരു സ്ഫോടനം നടത്തിയിരിക്കുന്നത്. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള അറസ്റ്റിനും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിനുമൊക്കെ തന്നെ ഈ ഒരു സ്ഫോടനത്തിന് കൃത്യമായ ബന്ധം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് 2-3 പേരെ ഇതിനകം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ ഉമർ മുഹമ്മദിന്റെ ബന്ധുക്കളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരിൽ നിന്ന് മൊബൈൽ ഫോൺ അടക്കമുള്ളവ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ഈ കാറിന്റെ ഉടമസ്ഥനായ താരിഖ് എന്ന ആളെ കൂടി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതൊരു വലിയ നെറ്റ്വർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ആരെങ്കിലും ഇതുപോലെ ഈ ഒരു കണ്ണികളിൽ പെട്ട് ഇതുപോലെ രഹസ്യമായി സ്ലീപ്പർ സെല്ലായി തുടരുന്നുണ്ടോ എന്ന കാര്യത്തിലടക്കം അന്വേഷണം തുടരുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അന്വേഷണത്തിന്റെ തുടർച്ച ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. NIA അടക്കമുള്ള ഏജൻസികൾ ഇപ്പോൾ എല്ലാ മേഖലകളിലും റെയ്ഡ് അടക്കമുള്ളവ നടത്തി വരികയാണ്. അപ്പോൾ ഇതൊരു ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. ഭരണ സ്ഥിരാകേന്ദ്രമായ ഡൽഹിയിൽ എല്ലാ സുരക്ഷാ വലയങ്ങളും ഭേദിച്ചുകൊണ്ട് ജമ്മു കാശ്മീരിൽ നിന്നുള്ള
ഭീകരർ ഇപ്പോൾ ഡൽഹിയിലെത്തി. ഭരണസ്ഥിരാകേന്ദ്രമായ ഡൽഹിയിൽ വളരെ സെൻസിറ്റീവായ റെഡ് ഫോർട്ടിന് മുന്നിൽ ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടത്തിയിരിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിൽ ഇതുപോലെയൊരു ഭീകരാക്രമണം ഉണ്ടാകുന്നത്. ഇതിനു മുൻപ് ഏറ്റവും ഒടുവിൽ 2008 ഡൽഹിയിൽ വലിയ സ്ഫോടന പരമ്പരകൾ ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഡൽഹിയിൽ അത്തരമൊരു വലിയ സ്ഫോടനം ഇതുവരെ ഉണ്ടായിട്ടില്ല. 2008 ശേഷം ഡൽഹിയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു സ്ഫോടനം തന്നെയാണ്, ഒരു ഭീകരാക്രമണം തന്നെയാണ് ഇപ്പോൾ ഈ ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ നടന്നിരിക്കുന്നത് എന്ന വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. ഏതായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിളിച്ചിരിക്കുന്ന ഉന്നതതല യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും എല്ലാ സാധ്യതകളും അന്വേഷിക്കുന്നു എന്ന് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ഈ പ്രദേശത്ത് ഈ സ്ഫോടനത്തിന്റെ തെളിവുകൾ ശേഖരിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് കാണാം RAF-ന്റെ ഒക്കെ തന്നെ സൈന്യത്തെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് കാണാം. NIA സംഘമുണ്ട്, NSG സംഘമുണ്ട്. അപ്പോൾ എല്ലാ സൈനിക വിഭാഗങ്ങളും അതുപോലെ തന്നെ എല്ലാ അന്വേഷണ ഏജൻസികളും ഒക്കെ തന്നെ എത്തിയുള്ള പരിശോധനകളാണ് ഏതായാലും ഇപ്പോൾ ഈ ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ നടക്കുന്നത്. ഡൽഹി 10-11 ബ്ലാസ്റ്റ് സൂപ്പർ ബ്രേക്കിംഗ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡോക്ടർ ഉമർ മുഹമ്മദിലേക്കാണ് എല്ലാ സംശയങ്ങളും എത്തി നിൽക്കുന്നത്.